Dear students, MG University BCom Finance and Taxation third semester ഓപ്ഷണൽ പേപ്പറായ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് 2021 ഓഗസ്റ്റിലെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്വസ്റ്റ്യനും ആൻസറിൻ്റെയും ഡിസ്കഷനാണ് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഈ ക്വസ്റ്റ്യനും ആൻസറും ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഒരു വീഡിയോ കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കണമെന്നില്ല. ഡിപ്പെൻഡിങ് ഓൺ ദി ലെങ്ത് ഓഫ് ദി ഡിസ്കഷൻ ചിലപ്പോൾ ഇത് 2 or 3 വീഡിയോയിലായിരിക്കും കംപ്ലീറ്റ് ആകുന്നത്. നമ്മൾ ആ 2021 ഓഗസ്റ്റിലാണ് ഇപ്പോൾ 5th സെമസ്റ്ററിൽ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ 3rd സെമസ്റ്ററിൻ്റെ എക്സാം നടന്നത്. അപ്പോൾ ആ സ്റ്റുഡൻസിൻ്റെ തന്നെ ഇപ്പം 4th ഉം 5th ഉം എക്സാം കഴിഞ്ഞു. ഇനി ഈ മാർച്ച് 2022 മാർച്ച് 30 മുമ്പായിട്ട് 3rd സെമസ്റ്ററിൻ്റെ എക്സാം കംപ്ലീറ്റ് ചെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഇപ്പോൾ ഒരു മാർച്ച് 2nd വീക്കിലോ 3rd വീക്കിലോ ഒക്കെ എക്സാം നടക്കാം. അപ്പം അങ്ങനൊരു 3rd സെമസ്റ്ററിൻ്റെ എക്സാം ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ്റെ GSTയുടെ കംപ്ലീറ്റ് സിലബസിൻ്റെ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനനുബന്ധമായിട്ട് 2021 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറും എൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പാർട്ട് എയിൽ ഇത് ഒരു കോവിഡ് പാറ്റേൺ ആയതുകൊണ്ട് നമുക്കെന്താണ് പാർട്ട് എയിൽ ഒരു 6 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. അപ്പം 6 × 3 18 മാർക്സ് വരും. പാർട്ട് ബിയിൽ 4 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി, 32 മാർക്സ്. പാർട്ട് സിയിൽ നമുക്ക് 4 ക്വസ്റ്റ്യൻ ആയിരിക്കും, അതിൽ 2 വേണമെങ്കിൽ ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ 3 വേണമെങ്കിലും ആൻസർ ചെയ്യാം. ഇനി ഈ ഒരു എക്സാമിനും കൂടി, അതായത് ഈ എക്സാം മാർച്ചിൽ നടക്കുകയാണെങ്കിൽ 3rd സെമസ്റ്റർ സ്റ്റുഡൻസിന് കോവിഡിൻ്റെ ആനുകൂല്യം കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി അതല്ല എങ്കിൽ നിങ്ങൾ ആ പഴയ പാറ്റേൺ പോലെ തന്നെ ഇതിൽ 10 ആൻസർ എഴുതേണ്ടതായിട്ട് വരും. ഇപ്പം 10 × 2 20 ആയിട്ട് വരും. അപ്പം പിന്നെ വീണ്ടും എന്താണ് നമുക്ക് 6 × 5 ആയിരിക്കും 30, 15 × 2 30, അപ്പോൾ 18 മാർക്സ് വരും. 80 മാർക്സ് വരും. നമ്മൾ ആ നേരിട്ട് തന്നെ ഡിസ്കഷനിലേക്ക് പോകാം. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്താണ്? നമ്പർ 1, വാട്ട് ഈസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്? ഇത് GST പഠിക്കുന്ന എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്? അപ്പം GST ഈസ് ആൻ ഇൻഡയറക്റ്റ് ടാക്സ് ലെവീഡ് അറ്റ് ദി ടൈം ഓഫ് സപ്ലൈ ഓഫ് ടാക്സബിൾ ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പം സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ സമയത്ത് ലെവി ചെയ്യുന്ന ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഇറ്റ്സ് എ മൾട്ടി പോയിന്റ് ടാക്സ് മെർജിങ് ഓൾ ദി ഇൻഡയറക്റ്റ് ടാക്സസ് പ്രൊവൈഡ് എയർലിയർ and levied by the sender and state at different stages of movement of goods from manufacturer to the customer. ഇതെൻ്റെ ഒരു ആൻസറാണ്. ഈ ആൻസർ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത്രയും ആൻസർ കൊടുത്താൽ മതി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് IGST? എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ. IGST ഇപ്പം എന്താണ്? ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, IGST, levied at the time of interstate supply of goods or services. അപ്പം IGST ഈസ് ലെവിഡ് ഓൺ ദി സപ്ലൈ ഓഫ് ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ ആണ്. സംസ്ഥാനങ്ങൾക്കിടയിൽ, സംസ്ഥാനത്തിൻ്റെ ഉള്ളിലില്ല, ഇൻട്രാസ്റ്റേറ്റ് അല്ല, ഇൻട്രസ്റ്റേറ്റ് ആണ്. ബിറ്റ്വീൻ 2 സ്റ്റേറ്റ്സ് ഓർ ബിറ്റ്വീൻ എ യൂണിയൻ ടെറിട്ടറി ആൻഡ് എ സ്റ്റേറ്റ്. അപ്പം അങ്ങനെ ഇൻട്രസ്റ്റേറ്റ് സപ്ലൈയുടെ മേൽ ലെവി ചെയ്യുന്നതാണ് IGST. IGST ഈസ് ഷെയർഡ് ഈക്വലി ബിറ്റ്വീൻ ദി സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ദി കൺസ്യൂമിങ് സ്റ്റേറ്റ്. അപ്പോൾ എന്താണ് IGST? സെൻട്രൽ ഗവൺമെൻറ്റും കൺസ്യൂമിങ് സ്റ്റേറ്റും ഈക്വലായിട്ട് ഷെയർ ചെയ്യും. അപ്പം നമ്മളതിനൊരു എക്സാമ്പിൾ കോട്ട് ചെയ്യുകയാണെങ്കിൽ ഗുഡ്സ് സോൾഡ് ബൈ എ മാനുഫാക്ചറർ ഫ്രം ഡൽഹി ടു എ ഡീലർ അറ്റ് കൊച്ചിൻ. ഡൽഹിയിലെ ഒരു മാനുഫാക്ചറർ കൊച്ചിയിലെ ഒരു ഡീലറിന് സാധനങ്ങൾ വിൽക്കുന്നു. അപ്പം ഡൽഹിയിൽ നിന്നാണ് ഡീലർ, അടുത്തെന്താ കൊച്ചിയിലേക്കാണ് ഇതിൻ്റെ. അപ്പം ഇൻട്രസ്റ്റേറ്റ് ആയിട്ട് മാറി. ഇതിൻ്റെ മേൽ ലെവി ചെയ്യുന്ന IGST കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ഈക്വലായിട്ട് ഷെയർ ചെയ്യും. 28% ആണെങ്കിൽ 14%, 14% സെൻട്രൽ ഗവൺമെൻറ്റും 14% കൺസ്യൂമിങ് സ്റ്റേറ്റായ കേരള ഗവൺമെൻറ്റുമായിരിക്കും ഷെയർ ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ബഡ്ജറ്റ്സ് ഡു നോട്ട് ഹാവ് എനി റോൾ ഇൻ ഇൻഡയറക്റ്റ് ടാക്സേഷൻ ഇൻ ഇന്ത്യ ആഫ്റ്റർ ദി ഇൻട്രഡക്ഷൻ ഓഫ് GST.
GST ഇൻട്രഡക്ഷൻ വന്നതോടുകൂടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ബഡ്ജറ്റുകൾക്ക് ഇൻഡയറക്റ്റ് ടാക്സേഷൻ്റെ മേൽ റോളൊന്നും ഇല്ലാതെയായി. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ കറക്റ്റാണോ അല്ലെങ്കിൽ ഡു യു അഗ്രി സപ്പോർട്ട് യുവർ ആൻസർ. അപ്പോൾ നമ്മളെന്താ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഭാഗികമായിട്ട് കറക്റ്റാണ്. ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പാർഷ്യലി കറക്റ്റ്. ആഫ്റ്റർ ദി ഇൻട്രഡക്ഷൻ ഓഫ് GST, rates of tax on goods and services covered under GST are determined by the GST Council. GST ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി GSTയുടെ കീഴിൽ വരുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ റേറ്റ് ഓഫ് ടാക്സ് തീരുമാനിക്കുന്ന GST കൗൺസിലാണ്. അപ്പം അതിൻ്റെ മേൽ സംസ്ഥാന ഗവൺമെൻറ്റിനോ സെൻട്രൽ ഗവൺമെൻറ്റിനോ യാതൊരു അധികാരവുമില്ല. Here rates cannot be changed through central or state budgets. In respect of goods not covered under GST, rates can be changed through budgets. ഇങ്ങനെ GSTയുടെ കീഴിൽ വരാത്ത ഗുഡ്സിൻ്റെ മേൽ മാത്രമേ ബഡ്ജറ്റിലൂടെ ഒരു റേറ്റ് ചേഞ്ച് സാധ്യമാവുകയുള്ളൂ. Then fourth one is define exempt supply. ഇപ്പം exempt supply എന്താണ്? ഡിഫൈൻ exempt supply. ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ exempt ചെയ്യപ്പെട്ടിരിക്കുന്ന സപ്ലൈ എന്താണ്? Exempt supply means supply of any goods or services or both which attract nil rate of tax. Nil rate അവിടെ എന്താ? exempt supplyയുടെ മേൽ nil rate of tax ആണ്. Which may be wholly exempt from tax under section 11 or under section 6 of the Integrated Goods and Services Tax Act and includes non-taxable supply. This section 2 subsection 47 പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളിതിനൊരു എക്സാമ്പിൾ കോട്ട് ചെയ്യേണ്ടത് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് വേണമെങ്കിൽ നമുക്കെന്താ എക്സാമ്പിളായിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇനി ഒരു നിൽ റേറ്റ് വരുന്ന ഐറ്റംസ് ഉണ്ട്. ഫ്രഷ് മിൽക്ക്, ബ്രെഡ്, കാർഡ്, ലൈറ്റ് ചിക്കൻ എക്സെട്ര. ഇതൊക്കെ നിൽ റേറ്റ് ആണ്. അപ്പം അതിൻ്റെ ആ ആൻസർ ഈ ഒരു സൈഡിൽ ഞാൻ ആൻസർ കീയും കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആൻസർ നോക്കി പഠിച്ചോളുക. Then fifth one is how will you determine the place of supply of advertisement services? Justify your answer with a practical situation. അഡ്വർടൈസ്മെൻറ്റ് സർവീസസ് നമ്മളെന്താ അതിന് സപ്ലൈ ഓഫ് സർവീസസിൻ്റെ ആൻസർ തന്നെയാണ് കോട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ഡിറ്റർമൈൻഡ് ആസ് ഫോളോസ്. ഇത് സെക്ഷൻ 12 subsection 2 of the IGST Act പ്രകാരമാണ് നമ്മൾ ഈ ഒരു ആൻസർ കൊടുക്കുന്നത്. Where the location of supplier of services and the location of the recipient of services are in India. എന്താണ്? ഒരു സർവീസിൻ്റെ സപ്ലയറിൻ്റെയും റെസിപ്പിയൻറ്റിൻ്റെയും ലൊക്കേഷൻ ഇന്ത്യക്കുള്ളിലാണ് എങ്കിൽ the place of supply of services including advertisement services. The place of supply of services made to a registered person shall be the location of such person. ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് ഒരു സർവീസിൻ്റെ സപ്ലൈ കൊടുക്കുന്നതെങ്കിൽ ആ രജിസ്റ്റേർഡ് പേഴ്സൻ്റെ ലൊക്കേഷൻ ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. ദെൻ സെക്കൻഡ്ലി മെയ്ഡ് ടു എനി പേഴ്സൺ അതർ ദാൻ എ രജിസ്റ്റേർഡ് പേഴ്സൺ. ഇനി രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലാത്ത മറ്റേത് വ്യക്തിക്കാണെങ്കിലും മറ്റേതൊരു പേഴ്സൺ ആണെങ്കിലും ഷാൽ ബി ദി ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയൻറ്റ് വേർ ദി അഡ്രസ് ഓൺ ദി റെക്കോർഡ് എക്സിസ്റ്റ്. റെസിപ്പിയൻറ്റിൻ്റെ അഡ്രസ്, റെക്കോർഡിക്കൽ അഡ്രസ് എവിടെയാണോ ആ ഒരു ലൊക്കേഷൻ ആയിരിക്കും ലൊക്കേഷൻ ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. ആൻഡ് 2 ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ ഓഫ് സർവീസസ് ഇൻ അതർ കേസസ്. മറ്റ് കേസിൽ എന്താണ്? ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ ഓഫ് സർവീസസ് ആണ് മറ്റ് കേസിൽ. ഇത് ജനറലായിട്ട് ഒരു സപ്ലൈ ഓഫ് സർവീസസിൻ്റെ ആൻസർ തന്നെ നമ്മളെന്താണ് അഡ്വർടൈസ്മെൻറ്റ് ഇതായിട്ട് കോട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇത് സെയിം ആൻസർ തന്നെ കൊടുത്താൽ മതി. ഇനി ഈ ആൻസർ നമ്മൾ കോട്ട് ചെയ്യുമ്പോൾ സെക്ഷൻ 12 സബ്സെക്ഷൻ 2 ഓഫ് IGST ആക്ട് ആ ഒരു സെക്ഷൻ കോട്ട് ചെയ്യാൻ മറക്കരുത്. ദെൻ ദി നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് പ്ലേസ് ഓഫ് സപ്ലൈസ്. പ്ലേസ് ഓഫ് സപ്ലൈ എന്താണ്? സപ്പോർട്ട് യുവർ ആൻസർ വിത്ത് എക്സാമ്പിൾസ്. പ്ലേസ് ഓഫ് സപ്ലൈ ആണ്. ദി പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് അതർ ദാൻ ഇമ്പോർട്ട് ഓർ എക്സ്പോർട്ട് ഷാൽ ബി ഡിറ്റർമൈൻഡ് ആസ് അണ്ടർ. ഇമ്പോർട്ടും എക്സ്പോർട്ടും അല്ലാത്ത പ്ലേസ് ഓഫ് സപ്ലൈ തീരുമാനിക്കുന്നത് ഏത് രീതിയിലാണ്? സപ്ലൈ ഇൻവോൾവ്സ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്, ദി ലൊക്കേഷൻ അറ്റ് ദി ടൈം അറ്റ് വിച്ച് ദി മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ടെർമിനേറ്റ്സ്. അപ്പം മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഇൻവോൾവ് ആയിരിക്കുന്ന സപ്ലൈ ആണെങ്കിൽ ഈ ഗുഡ്സിൻ്റെ മൂവ്മെൻറ്റ് എവിടെയാണോ അവസാനിക്കുന്നത് അതായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ. അപ്പം നമ്മളതിനൊരു എക്സാമ്പിൾ കോട്ട് ചെയ്യുന്നു. 500 bags of cement supplied by a cement factory in Bangalore
ടു എ ഹോൾസെയിൽ ഡീലർ ഇൻ ട്രിവാൻഡ്രം. ബാംഗ്ലൂരിലെ ഒരു സിമെൻറ്റ് മാനുഫാക്ചർ ഒരു 500 bags ഓഫ് സിമെൻറ്റ് ട്രിവാൻഡ്രത്തെ ഒരു ഡീലറിന് സപ്ലൈ ചെയ്യുന്നു. അപ്പം ബാംഗ്ലൂരിൽ നിന്നും സിമെൻറ്റ് ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുവരുന്നു, മൂവ്മെൻ്റ് ഉണ്ട്. ഇവിടെ ഏതാണ്? ട്രിവാൻഡ്രം ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. സെക്കൻഡ്ലി, then B, supply does not involve movement of goods. The place of supply shall be the location of such goods at the time of delivery of the recipient. ഇനി ഇവിടെ എന്താണ്? മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഇല്ല. മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഇൻവോൾവ് ചെയ്യാത്ത സപ്ലൈ ആണെങ്കിൽ അതിന് സപ്ലൈ ഡസ് നോട്ട് ഇൻവോൾവ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ്. ദി പ്ലേസ് ഓഫ് സപ്ലൈ ഷാൽ ബി ദി ലൊക്കേഷൻ ഓഫ് സച്ച് ഗുഡ്സ് അറ്റ് ദി ടൈം ഓഫ് ഡെലിവറി ടു ദി റെസിപ്പിയൻറ്റ്. അതിൻ്റെ എക്സാമ്പിൾ എന്താ? മിസ്റ്റർ എക്സ് പർച്ചേസ്ഡ് എ പ്രിൻറ്റിംഗ് പ്രസ് അറ്റ് എറണാകുളം. എറണാകുളത്തുള്ളൊരു പ്രിൻറ്റിംഗ് പ്രസ് എക്സ് പർച്ചേസ് ചെയ്യുന്നപ്പോൾ ഇവിടെ എന്താണ്? ആ പ്രിൻറ്റിംഗ് പ്രസ് സ്ഥിതി ചെയ്യുന്ന എറണാകുളമായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. Then C, goods are assembled or installed at site. The place of such installation or assembly. നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്? പ്ലാന്റ് ഇൻസ്റ്റോൾഡ് ബൈ ആൻ ഇൻസ്ട്രുമെൻറ്റേഷൻ കമ്പനി ഫ്രം കൊച്ചിൻ അറ്റ് മദ്രാസ് ഫാക്ടറി. മദ്രാസ് ഫാക്ടറിയിൽ കൊച്ചിയിലെ ഒരു ഇൻസ്ട്രുമെൻറ്റേഷൻ കമ്പനി ഒരു പ്ലാന്റ് ഇൻസ്റ്റോൾ ചെയ്യുന്നപ്പോൾ എന്താണ്? മദ്രാസ് ഫാക്ടറി ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് വരുന്നത്. Then D, goods are supplied on board of conveyance location at which such goods are taken on board. ബോർഡ് ഓഫ് കൺവെയൻസ് നമ്മളൊരു ഷിപ്പിലേക്കോ അല്ലെങ്കിൽ നമ്മൾ പ്ലെയിനിലോ ഒക്കെ ഗുഡ്സ് ലോഡ് ചെയ്യുകയാണെങ്കിൽ ഏത് ലൊക്കേഷനിൽ വെച്ചാണോ സാധനങ്ങൾ ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പ്ലേസ് ആയിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നത്. ഗുഡ്സ് ആർ ലോഡഡ് ഇൻ എ ഷിപ്പ് അറ്റ് കൊച്ചിൻ പോർട്ട്. ഇപ്പോൾ കൊച്ചിൻ പോർട്ടിൽ ഷിപ്പിലേക്ക് സാധനങ്ങൾ ലോഡ് ചെയ്യുകയാണെങ്കിൽ കൊച്ചിനായിരിക്കും പ്ലേസ് ഓഫ് സപ്ലൈ ആയിട്ട് വരുന്നത്. ഇത് നമ്മുടെ 6th ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ എക്സാമ്പിൾ ഉൾപ്പെടെയാണ് ആൻസർ കൊടുക്കേണ്ടത്. Then 7, what is GST impact on transfer of capital goods? ഇതൊരു പ്രധാനപ്പെട്ട ഒരു ആൻസറാണ്. ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ മേൽ. ഇപ്പം നമ്മളെന്താ ചിലപ്പോൾ ഈ ഒരു പോയിൻ്റ് അടിസ്ഥാനമാക്കി ചെറിയ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. എന്താണ് ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ട്രാൻസ്ഫറിൻ്റെ മേൽ GST ഇമ്പാക്റ്റ്? സോ ദാറ്റ് ഈസ് ഇൻ കേസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ഓർ പ്ലാന്റ് ആൻഡ് മിഷനറി. ഇപ്പം ക്യാപിറ്റൽ ഗുഡ്സോ പ്ലാന്റ് ആൻഡ് മിഷനറിയുടെ ട്രാൻസ്ഫർ വരികയാണെങ്കിൽ ദി രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൽ ബിക്കം ലയബിൾ ടു പേ ദി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിംഡ്. ഇപ്പം എന്താണ്? ക്യാപിറ്റൽ ഗുഡ്സിൻ്റെയോ അല്ലെങ്കിൽ പ്ലാന്റ് ആൻഡ് മിഷനറിയോ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അത് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ ഈ ക്യാപിറ്റൽ ഗുഡ്സോ പ്ലാന്റ് ആൻഡ് മിഷനറിയോ വാങ്ങിയപ്പോൾ ക്ലെയിം ചെയ്തിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അത് റീപേ ചെയ്യാനുള്ള ലയബിലിറ്റി ഉണ്ടാകുന്നു. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻ കേസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ഓർ പ്ലാന്റ് ആൻഡ് മിഷനറി രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൽ ബിക്കം ലയബിൾ ടു പേ ദി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിംഡ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരികെ അടയ്ക്കാനുള്ള ബാധ്യത ഉണ്ടാകുന്നു. The amount payable shall be equal to the input tax credit taken on the said capital goods. പിന്നെ ഈ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ മേൽ ക്ലെയിം ചെയ്തിരിക്കുന്ന ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൽ നിന്നും റെഡ്യൂസ് ബൈ 5% പെർ ക്വാർട്ടർ. ഇപ്പം എന്താണ്? ഫുൾ എമൗണ്ട് അല്ല, ഫുൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അല്ല, ഇത് റെഡ്യൂസ് ചെയ്യാം. റെഡ്യൂസ് ബൈ 5% പെർ ക്വാർട്ടർ. നമ്മളിപ്പോൾ ഒരു വർഷം കഴിഞ്ഞാണെങ്കിൽ എന്താണ്? 4 ക്വാർട്ടർ 5% വെച്ചപ്പോൾ 4 × 5 20% കുറച്ചിട്ട് ബാക്കി തിരിച്ചു കൊടുക്കാനുള്ള ലയബിലിറ്റി ഉണ്ടാകും. ഇനി ഓർ ദി ടാക്സ് ഓൺ ദി ട്രാൻസാക്ഷൻ വാല്യൂ ഡിറ്റർമൈൻഡ് അണ്ടർ സെക്ഷൻ 15 വിച്ച് എവർ ഈസ് ഹയർ. ഇനി ഈ ഒരു ട്രാൻസാക്ഷൻ വാല്യൂ ഈ ക്യാപിറ്റൽ ഗുഡ്സോ അല്ലെങ്കിൽ പ്ലാന്റ് ആൻഡ് മിഷനറിയോ കൈമാറ്റം ചെയ്യുമ്പോൾ കിട്ടുന്ന ആ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ കൈമാറ്റ വില, ഈ കൈമാറ്റ വിലയുടെ ടാക്സ് ഇതിലേതാണോ കൂടുതൽ വരുന്നത്, ഇപ്പം വിച്ച് എവർ ഈസ് ഹയർ ഓർ ദി ടാക്സ് ഓൺ ദി ട്രാൻസാക്ഷൻ വാല്യൂ ഒരു 14% ആണെങ്കിൽ അതിൻ്റെ ആ ഒരു ട്രാൻസ്ഫർ വാല്യൂവിൻ്റെ 14% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. അപ്പോൾ അത് നമ്മളിതിൻ്റെ ഈ ട്രാൻസാക്ഷൻ വാല്യൂ കണക്കൂട്ടുമ്പോഴെന്താണ്? അതിൻ്റെ അകത്ത് പ്രൈസ് പെയ്ഡ്, ഇപ്പോൾ അതിൻ്റെ പ്രൈസ്, വീണ്ടും ടാക്സ്, ദെൻ ട്രാൻസ്പോർട്ടേഷൻ ചാർജസ്, ടോട്ടൽ ആയിരിക്കും എടുക്കുന്നത്, പ്രൈസ് മാത്രമല്ല. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് ഇതിലേതാണോ കൂടുതൽ അതായിരിക്കും റീപേ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഈ ഒരു ആൻസർ നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. കാരണം
ഇത് ബേസ് ചെയ്ത് പലപ്പോഴും 5 മാർക്കിനൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്, പ്രോബ്ലം ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ 5% ഓരോ ക്വാർട്ടറിലും, ഇപ്പം ഒരു വർഷമാണെങ്കിൽ എന്താണ് 4 ക്വാർട്ടറാണ്. ഇപ്പോൾ 2 വർഷമാണെങ്കിൽ നമ്മളെന്താ ഒരു 5 × 4 × 2, ഇപ്പോൾ ഒരു 40% നമ്മൾ റെഡ്യൂസ് ചെയ്യുക. ഇത് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടൊക്കെ ഉണ്ട്. ദെൻ അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, വാട്ട് ആർ ദി കണ്ടൻസ് ഓഫ് പേയ്മെൻറ്റ് വൗച്ചർ. ഇത് പേയ്മെൻറ്റ് വൗച്ചറിൻ്റെ കണ്ടൻസ്, ഇതെല്ലാം നമ്മളെന്താ ഇത് മെമ്മറൈസ് ചെയ്ത് വേണം ആൻസർ കൊടുക്കാനായിട്ട്. പേയ്മെൻറ്റ് വൗച്ചറിൻ്റെ കണ്ടൻസ്. സോ പേയ്മെൻറ്റ് ടു സപ്ലയർ ഷാൽ കണ്ടെയ്ൻ ദി ഫോളോയിങ് പർട്ടിക്കുലേഴ്സ്: എ നെയിം, അഡ്രസ് ആൻഡ് GST ഓഫ് ദി സപ്ലയർ ഇഫ് രജിസ്റ്റേർഡ്, GST ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ GST. B. A consecutive serial number not exceeding 16 characters for a financial year. C. Date of its issue. D. Name, address and GST of the recipient. ഇപ്പോൾ സപ്ലയറിൻ്റെയും റെസിപ്പിയൻറ്റിൻ്റെയും GST ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ GST. ദെൻ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്, എമൗണ്ട് പെയ്ഡ്. ഇത്രയും കാര്യങ്ങൾ ഒരു പേയ്മെൻറ്റ് വൗച്ചറിൽ കൃത്യമായിട്ടും റെക്കോർഡ് ചെയ്തിരിക്കണം. ഈ കാര്യങ്ങൾ എന്താണ്, കണ്ടന്റ് ഓഫ് എ പേയ്മെൻറ്റ് വൗച്ചർ. ഇത് 8ാമത്തെ ക്വസ്റ്റ്യനായിട്ട് വന്നിരിക്കുന്നതാണ്, കണ്ടൻസ് ഓഫ് എ പേയ്മെൻറ്റ് വൗച്ചർ. ദെൻ ഇതിന് ശേഷം നമ്മൾ അതിൻ്റെ ആൻസർ കംപ്ലീറ്റ് ആയിട്ടില്ല. 8ാമത്തെ ആൻസറിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ പോലെ ഒന്നാണ് എമൗണ്ട് പെയ്ഡ് F. ദെൻ G, റേറ്റ് ഓഫ് ടാക്സ്. അത് CGST, SGST, UTGST, IGST ഓർ സെസ്. ഇതിനെന്താണോ ആപ്ലിക്കബിൾ ആയിരിക്കുന്നത്, CGST ആണെങ്കിൽ അതിൻ്റെ റേറ്റ്, SGST ആണെങ്കിൽ അതിൻ്റെ റേറ്റ്, ഇത് IGST ആണെങ്കിൽ ഓർ സെസ് എന്താണോ ആ റേറ്റ് ഓഫ് ടാക്സ്, G. ദെൻ H, എമൗണ്ട് ഓഫ് ടാക്സ് പേയബിൾ ഇൻ റെസ്പെക്ട് ഓഫ് ടാക്സബിൾ ഗുഡ്സ് സർവീസസ്. I, പ്ലേസ് ഓഫ് സപ്ലൈ, നെയിം ഓഫ് ദി സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് കോഡ് ഇൻ ദി കേസ് ഓഫ് ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ. ഇൻട്രസ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ പ്ലേസ് ഓഫ് സപ്ലൈ, then name of the state, its code in case of interstate supply. Then J, signature or digital signature of the supplier or his authorized representative. ഇത്രയും പോയിന്റുകൾ ഒരു പേയ്മെൻറ്റ് വൗച്ചറിൻ്റെ അകത്ത് നമ്മൾ കാണിച്ചിരിക്കണം. കണ്ടൻസ് ഓഫ് പേയ്മെൻറ്റ് വൗച്ചർ. ഇപ്പോൾ എത്രയാണ്, J വരെയുള്ള പോയിന്റുകളാണ്. ഇതെല്ലാം ഇതേപോലെ തന്നെ ഓർമ്മയിൽ നിന്ന് തന്നെ എഴുതേണ്ടതായിട്ട് വരും. നമുക്കെന്താ ഇതൊരു ജനറലായിട്ട് കൊടുക്കാവുന്നതല്ല. ഇപ്പോൾ GSTയോ അല്ലെങ്കിൽ ഇൻകം ടാക്സോ പോലെയുള്ള പേപ്പറുകൾക്ക് നമ്മളെന്താ കുറേ ആൻസേഴ്സ് കൃത്യമായിട്ട് മെമ്മറൈസ് ചെയ്ത് എഴുതേണ്ടതാണ്. J വരെയുള്ള കണ്ടൻസ് ഇത് നമ്മളെന്താ ഓർമ്മയിൽ നിന്ന് തന്നെ എഴുതണം. ദെൻ 9th ക്വസ്റ്റ്യൻ എന്താണ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ ആൻഡ് ഇലക്ട്രോണിക് ലയബിലിറ്റി ലെഡ്ജർ. അപ്പോൾ ദി പർപ്പസ് ഓഫ് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ ഈസ് ടു അഡ്ജസ്റ്റ് ദി ഇൻപുട്ട് ക്രെഡിറ്റ് ആൻഡ് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഓഫ് എ പേഴ്സൺ. അപ്പം ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൻ്റെ പർപ്പസ് എന്താണ്, ഇൻപുട്ട് ക്രെഡിറ്റും ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയും അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് മാത്രമാണ്. മറ്റ് എൻട്രീസ് ഇതിൻ്റെ അകത്ത് ചെയ്യാറില്ല. ദെൻ നോ അതർ ട്രാൻസാക്ഷൻ ആർ അലൗഡ് ഇൻ ദി ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ. ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ എന്താണ്, ഈസ് മെന്റ് ഫോർ അഡ്ജസ്റ്റിംഗ് ദി ഇൻപുട്ട് ക്രെഡിറ്റ് ആൻഡ് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഓഫ് എ പേഴ്സൺ. നോ അതർ ട്രാൻസാക്ഷൻസ് ആർ അലൗഡ് ഇൻ ദി ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ. Electronic liability ledger is meant for recording all liabilities of a taxable person under the tax. ഇലക്ട്രോണിക് ലയബിലിറ്റി എന്താ, ഒരു ടാക്സബിൾ പേഴ്സൻ്റെ എല്ലാ ലയബിലിറ്റിയും റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി വിനിയോഗിക്കുന്നു അല്ലെങ്കിൽ ഉപയോഗിക്കുന്നു. The electronic liability ledger of a person shall be debited by the amount payable to a tax, interest, late fee, penalty or any other amount payable as determined by a proper officer under the Act or as ascertained by the person. എല്ലാ ലയബിലിറ്റിയും എല്ലാ പേയ്മെൻറ്റും, എന്തൊക്കെ പേയ്മെൻറ്റ് നടത്താൻ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ലയബിലിറ്റി ഉണ്ടോ, ബാധ്യതയുണ്ടോ, ആ എല്ലാ പേയ്മെൻറ്റും കാണിക്കുന്നത് ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്ററിലായിരിക്കും. Then the 10th question is, what is deemed registration? എന്താണ് ഡീംഡ് രജിസ്ട്രേഷൻ? അപ്പം ഡീംഡ് രജിസ്ട്രേഷൻ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താ, in the following cases the applicant is deemed to have registration. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടില്ല, പക്ഷേ എന്താ രജിസ്റ്റേർഡ് ചെയ്യപ്പെട്ടതായിട്ട് കണക്കാക്കുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈവൻ ദോ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഈസ് നോട്ട് ഇഷ്യൂഡ് ബൈ ദി അതോറിറ്റി,
a person will be considered as registered, deemed to be registered. അപ്പം അതിന് ഫോളോയിങ് കേസസ് ആണ്. ദി ആപ്ലിക്കൻറ്റ് ഈസ് ഡീംഡ് ടു ഹാവ് രജിസ്ട്രേഷൻ. 1. If the proper officer does not take any action within 3 working days. ഒരു രജിസ്ട്രേഷന് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഒരു പേഴ്സൺ സബ്മിറ്റ് ചെയ്തു, ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് 3 വർക്കിംഗ് ഡേയ്ക്കുള്ളിൽ ഒരു നടപടിയും എടുക്കുന്നില്ല എങ്കിൽ, then if the proper officer does not take any action within 3 working days, 2. After submitting the clarification, then information or documents for granting registration as required by the proper officer. If no action is taken, the application for grant of registration shall be deemed to have been approved after 7 days. ഇനി ഒരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 3 വർക്കിംഗ് ഡേയ്ക്കുള്ളിൽ എന്താണ്, ഒന്നുകിൽ രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ നടപ്പിലാക്കുന്നതായിട്ട് അറിയിക്കണം, അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ചോദിക്കാം. ഇങ്ങനെ ക്ലാരിഫിക്കേഷൻ ചോദിക്കുകയാണെങ്കിൽ ആ ക്ലാരിഫിക്കേഷന് റിപ്ലൈ കിട്ടി 7 ദിവസത്തിനകം, ആ ക്ലാരിഫിക്കേഷൻ റിപ്ലൈ കിട്ടി 7 ദിവസത്തിനകം രജിസ്ട്രേഷൻ പ്രോസസ്സ് ആരംഭിച്ചിരിക്കണം, അല്ലെങ്കിൽ അതിന് കൃത്യമായ ഒരു നടപടിക്രമങ്ങൾ ആരംഭിക്കണം. അങ്ങനെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നില്ല എങ്കിൽ, so after submitting the clarification, information or documents for granting registration as required by the proper officer, if no action is taken, the application for grant of registration shall be deemed to have been approved after 7 days. 7 ദിവസം കഴിയുമ്പോൾ ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്തിരിക്കുന്നതായിട്ട് കണക്കാക്കും. ദെൻ ഇതാണ് 2 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 2 കേസിൽ എന്താണ്, ഡീം ടു ഹാവ് രജിസ്ട്രേഷൻ ആണ്. ഡീം രജിസ്ട്രേഷൻ, ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 ദിവസത്തിനകം റിപ്ലൈ കിട്ടിയിരിക്കണം. ഇനി അതല്ല എങ്കിൽ 3 ദിവസത്തിനകം കൺസേൺഡ് അതോറിറ്റിക്ക് ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെടാം. അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ആഫ്റ്റർ സബ്മിറ്റിംഗ് ദി ക്ലാരിഫിക്കേഷൻ, ഇൻഫർമേഷൻ ഓർ ഡോക്യുമെന്റ്സ് ഫോർ ഗ്രാൻഡിംഗ് രജിസ്ട്രേഷൻ ആസ് റിക്വയർഡ് ബൈ ദി പ്രോപ്പർ ഓഫീസർ, ഇഫ് നോ ആക്ഷൻ ഈസ് ടേക്കൺ, ദി ആപ്ലിക്കേഷൻ ഫോർ ഗ്രാൻഡ് ഓഫ് രജിസ്ട്രേഷൻ ഷാൽ ബി ഡീംഡ് ടു ഹാവ് ബീൻ അപ്രൂവ്ഡ് ആഫ്റ്റർ 7 days. അപ്പം അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് 7 ദിവസം കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ എന്താണ്, രജിസ്ട്രേഷൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കണക്കാക്കും. ഇതിനാണ് നമ്മൾ ഡീം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ദി 11th question. How long the accounts and records are to be maintained under GST? അപ്പോൾ GST പ്രകാരം എത്ര കാലാവധിയിലേക്കാണ്, how long the accounts and other records should be maintained or kept? GST പ്രകാരം അതിന് every registered person required shall keep books and records them for a period of 6 years. അപ്പം 72 മാസമോ അല്ലെങ്കിൽ 6 വർഷമോ ആണ് എല്ലാ രജിസ്റ്റേർഡ് പേഴ്സണും ബുക്സ് ഓഫ് അക്കൗണ്ട്സും മറ്റു റെക്കോർഡുകളും സൂക്ഷിക്കേണ്ടത്. ഫ്രം ദി ഡ്യൂ ഡേറ്റ് ഓഫ് ഫർണിഷിംഗ് ഓഫ് ദി ആനുവൽ റിട്ടേൺ ഫോർ ദി ഇയർ. നമ്മളെന്താണ്, ഒരു വർഷത്തെ ആനുവൽ റിട്ടേണും മറ്റു ഡോക്യുമെൻസും ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന 6 വർഷത്തേക്ക് 72 months ഈ റെക്കോർഡ്സും റിട്ടേൺസും എല്ലാം സൂക്ഷിച്ചിരിക്കണം. ഇതാണ് അതിൻ്റെ ജനറൽ റൂൾ. In case the appeal or revision or any other proceedings of the books of accounts and records should be maintained for a period of 1 year after final disposal of the case, or for a period of 6 years, whichever is later. whichever is later ആണ്, whichever is earlier അല്ല, whichever is later ആണ്. ഒരു അപ്പീലോ മറ്റ് തർക്കമോ ഒക്കെ ഉണ്ടായി കഴിയുകയാണെങ്കിൽ എൻ്റെ തീരുമാനം വന്നു കഴിഞ്ഞ് 1 വർഷം കൂടി ഇത് സൂക്ഷിക്കുക. ഇതാണ് ഇതിൻ്റെ റെക്കോർഡ് മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊവിഷൻസ് പറഞ്ഞിരിക്കുന്നത്. ഹൗ ലോങ് ദി അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് ആർ ടു ബി മെയിൻറ്റൈൻഡ് അണ്ടർ GST. ദെൻ 12ാമത്തെ ക്വസ്റ്റൻ എന്താ, വാട്ട് ആർ ദി സിറ്റുവേഷൻസ് ഓഫ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ. ഒരു GST രജിസ്ട്രേഷൻ ഏതൊക്കെ സാഹചര്യങ്ങളിൽ ക്യാൻസൽ ചെയ്യപ്പെടാം. സോ the 12th question, the answer A. The business has been discontinued, transferred fully for any reason, including death of the proprietor, amalgamated with other legal entity, demerged or otherwise disposed of. Then ആദ്യത്തെ ഒരു സാഹചര്യം, ദി ഫസ്റ്റ് ഇൻസ്റ്റൻസ് ആണ്. വാട്ട് ആർ സിറ്റുവേഷൻ. അപ്പോൾ ആദ്യത്തെ ഒരു സിറ്റുവേഷൻ എന്താണ്, ദി ബിസിനസ് ഹാസ് ബീൻ ഡിസ്കണ്ടിന്യൂഡ്, ബിസിനസ് ഡിസ്കണ്ടിന്യൂ അല്ലെങ്കിൽ ട്രാൻസ്ഫേർഡ് ഫുള്ളി ഫോർ എനി റീസൺ, including death of the proprietor, amalgamated with other legal entity, demerged or otherwise disposed of.
ഇങ്ങനെ വന്നു കഴിയും. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ കാരണമാകുന്നു. Then B, there is any change in the constitution of the business. ഇനി ബിസിനസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും കാതലായ മാറ്റം വരുത്തുകയാണ് എങ്കിൽ രജിസ്ട്രേഷൻ എന്താണ്, അത് ക്യാൻസൽ ചെയ്യപ്പെടും. That is, there is any change in the constitution of the business or the taxable person is no longer liable to be registered. ഇപ്പോൾ ടാക്സിബിൾ പേഴ്സൻ്റെ രജിസ്ട്രേഷൻ ലയബിലിറ്റി ഇല്ലാതാവുന്നു, ടേൺ ഓവർ കുറയുകയോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് രജിസ്ട്രേഡ് പേഴ്സൻ്റെ ലയബിലിറ്റി ഇല്ലാതായി കഴിയുകയാണെങ്കിൽ, രജിസ്ട്രേഷൻ ലയബിലിറ്റി അവസാനിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദാറ്റ് വിൽ ലീഡ് ടു ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ. Then a registered person has contravened the provisions of the act or rules. ഇപ്പോൾ രണ്ടാമത്തെ കേസ് എന്താണ്, a registered person has contravened the provisions of the act or rules. Then we fail to furnish returns. ഇപ്പം GST ആക്ടിൻ്റെ എന്തെങ്കിലും റൂൾസിനോ പ്രൊവിഷൻസിനോ വിരുദ്ധമായിട്ടൊരു രജിസ്റ്റേർഡ് പേഴ്സൺ പ്രവർത്തിക്കുകയാണ് എങ്കിൽ that can lead to cancellation of registration. Then we fail to furnish returns. കൃത്യസമയത്ത് തന്നെ റിട്ടേൺസ് ഫയൽ ചെയ്യാൻ പരാജയപ്പെടുകയാണ്, ഫെയിൽ ചെയ്യുകയാണ്. ഇപ്പോൾ റിട്ടേൺസും മറ്റ് ഡോക്യുമെൻസും ഒക്കെ കൃത്യസമയത്ത് തന്നെ ഫയൽ ചെയ്യണം. അങ്ങനെ ഫയൽ ചെയ്യാൻ പരാജയപ്പെടുകയും ഫയൽ ചെയ്യുന്നില്ല എങ്കിൽ that can lead to cancellation of registration. Then or fail to commence business within 6 months from the date of registration. രജിസ്ട്രേഷൻ എടുത്ത് 6 മാസത്തിനകം ബിസിനസ് ആരംഭിക്കുന്നില്ല എങ്കിൽ then ഈ രജിസ്ട്രേഷൻ ഹാസ് ബീൻ ഒബ്റ്റെയിൻഡ് ബൈ മീൻസ് ഓഫ് ഫ്രോഡ്, വിൽഫുൾ മിസ്റ്റേറ്റ്മെൻറ്റ് ഓർ സപ്രഷൻ ഓഫ് ഫാക്ട്സ്. ഒരു തെറ്റായ രീതിയിൽ കബളിപ്പിച്ച് അല്ലെങ്കിൽ കാര്യങ്ങൾ തെറ്റായിട്ട് അവതരിപ്പിച്ചാണ്, അല്ലെങ്കിൽ സപ്രഷൻ ഓഫ് ഫാക്ട്സ്, വെളിപ്പെടുത്തേണ്ട കുറേ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടാണ് രജിസ്ട്രേഷൻ ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നതെങ്കിൽ ഇതൊക്കെ എന്താണ്, രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യപ്പെടാനുള്ള സാഹചര്യങ്ങളാണ്. നമ്മൾ ഓഗസ്റ്റ് 2021 ക്വസ്റ്റിൻ്റെ ആദ്യത്തെ എ പാർട്ടിലെ 12 ക്വസ്റ്റിനും അതിൻ്റെ ആൻസറുമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ആ 2 വീഡിയോയും കൂടി ഈ ഒരു സീരീസിൽ വരുന്നതായിരിക്കും. നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബി പാർട്ടിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യും. മൂന്നാമതൊരു വീഡിയോയിലായിരിക്കും സി പാർട്ട് വരുന്നത്. താങ്ക് യു. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഇത് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.